ഹലോ, അങ്ങനെ കടച്ചക്കയുടെ സീസണും ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കടച്ചക്ക വെച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം കേട്ടോ. അതും കൊച്ചി സ്റ്റൈലിലുള്ളത്. അപ്പോൾ അതിൻ്റെ തൊണ്ടൊക്കെ ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ഇത് കഴുകി വൃത്തിയാക്കി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ചെമ്മീൻ പറ്റിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് ഞാൻ ആ കടച്ചക്ക അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഒരു പച്ചമുളകും 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ കേൾപ്പിച്ചാൽ മതിയാവും കേട്ടോ. ഈ സമയത്ത് നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു മുറി തേങ്ങയിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലോട്ട് 2 വെളുത്തുള്ളിയും 2 ചുവന്നുള്ളിയും പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊരു നന്നായിട്ടൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ആറിക്കഴിയുമ്പോഴേക്കും നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഈ അരപ്പ് നമുക്ക് വെന്ത് വന്നിരിക്കുന്ന കടച്ചക്കയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കടുക് പൊട്ടിച്ച് താളിച്ചിടാം. അപ്പോൾ അതിലോട്ട് കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ചുവന്നുള്ളിയും വറ്റൽമുളകൊക്കെ ഇട്ട് താളിച്ച് നമുക്ക് ഈ ഒരു കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടച്ചക്ക കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു വറുത്തരച്ച കടച്ചക്ക കറിയാണിത്. അടിപൊളി ടേസ്റ്റാണ്.